എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റൽ കോമ്പൗണ്ടിലെ മരത്തിനു മുകളിൽ കൂറ്റൻ പെരുമ്പാമ്പ്. രാവിലെ 10 മണിയോടെ മരത്തിനു ചുറ്റും കാക്കകൾ കൂട്ടത്തോടെ പറക്കുന്നതും ശബ്ദിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് മരത്തിൽ ചുറ്റിക്കറങ്ങുന്ന നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പാമ്പ് മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാലേ പിടികൂടാൻ കഴിയൂ എന്ന നിലപാടിലാണ് ഉദ്യോഗസ്ഥർ. അവരിറക്കാമെന്ന് പറയുന്നത് സ്നേക്ക് ക്യാച്ചറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറുതായിട്ട് നമ്മൾ നനച്ചു കൊടുത്ത് ചെറുമഴയൊക്കെയില്ല ആക്കി കഴിഞ്ഞാൽ അതിന് ഇതിഷ്ടമല്ല, നനവ് ഇഷ്ടമല്ല. അപ്പോൾ അത് പതുക്കെ പതുക്കെ താഴത്തേക്ക് വരുന്ന അപ്പം അങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്ത് നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം. കുറച്ച് താഴത്തേക്ക് കൊണ്ടുവന്നാൽ സ്നേക്ക് ക്യാച്ചറിനെ പിടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ എങ്ങാനും അത് താഴേക്ക് വീഴുകയാണെങ്കിൽ എന്തെങ്കിലും ക്ഷതം പറ്റുകയാണെങ്കിൽ ഇത് വന്യജീവി സംരക്ഷണത്തിൽ പെടുന്ന വലിയ ഇനം പാമ്പാണ്, പൈത്തനാണ്, മലമ്പാമ്പാണ്. അതുകൊണ്ടാണ് ഫയർഫോഴ്സ് എന്ന് സംശയിക്കുന്നത്. പ്രിയങ്ക മാഡം നമ്മുടെ കളക്ടർ ഇടപെട്ടു. മലയാറ്റൂരിൽ നിന്ന് അവർ പുറപ്പെട്ടു. 1 മണിക്കൂർ എന്ന് പറഞ്ഞു. പിന്നെ വിതിൻ 2 minutes ദേ കോൾഡ് ആൻഡ് ടോൾഡ് മീ, മാഡം വലിയ ഇത് കാണുന്നില്ല റോഡിൽ, ഇന്ന് ഹോളിഡേ ആണല്ലോ, ഞങ്ങൾ ബീക്കൺ ലൈറ്റ് അടിച്ച് 1/2 മണിക്കൂറിലെത്താം, അതുവരെ ഫയർഫോഴ്സിന് ഇവിടെ തന്നെ നിർത്തണേ. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, മണിക്കൂറുകളായി ഈ പാമ്പ് മരത്തിലുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഇറക്കിയാലല്ലേ അതിനെ പിടികൂടാൻ കഴിയൂ? അതിനുള്ള നടപടികളൊക്കെ, പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മായ, ഒപ്പം കൗതുകവും ഒപ്പം ഒരു കുരുക്കുമായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. രാവിലെ 10 മണി മുതൽ തന്നെ എറണാകുളത്തിൻ്റെ നഗരത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഈ തിരക്കേറിയ നഗരത്തിൽ ഈ റോഡ് മുഴുവൻ ഗതാഗതക്കുരുക്കിലാക്കിക്കൊണ്ടാണ് ഈ പാമ്പ് മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ജനസഞ്ചയം ഇവിടെ എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ, എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ ആളുകളുടെ ബഹളവും ശബ്ദവും മൂലമാണ് പാമ്പ് താഴേക്ക് ഇറങ്ങാത്തതെന്നാണ്. അതുകൊണ്ട് പാമ്പിനെ വെള്ളം ചീറ്റിച്ച്, അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ വെള്ളം പമ്പ് ചെയ്ത് പാമ്പിനെ നനമുണ്ടാക്കി താഴത്തേക്ക് ഇറക്കാമെന്നൊരു തീരുമാനമായിരുന്നു. പക്ഷേ 30 കിലോയിലധികം ഭാരമുള്ളതായതുകൊണ്ട് ഇത് താഴേക്ക് വീണ് ചുറ്റും ആസ്പെറ്റോ ഷീറ്റൊക്കെ ഉണ്ട്. അതിനെ പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ അതിന് ജീവന് തന്നെ ഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള പരിക്കുകൾ ഏൽക്കുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് വേണ്ട എന്നും ആളുകൾ പിരിഞ്ഞു പോകട്ടെ എന്നും ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പാമ്പ് ഇറങ്ങാത്തതെന്നുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരത്തിൽ കയറിയോ വെള്ളം ചീറ്റിച്ചോ പാമ്പിനെ പിടികൂടേണ്ടതില്ല. അത് അതിൻ്റെ സമയത്തിന് ഇറങ്ങി വരട്ടെ, ആഹാരം കഴിക്കാൻ വിശക്കുമ്പോൾ ഇറങ്ങി വരും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഫയർഫോഴ്സിനോട് വനം വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. 1-2 ദിവസം പോലും കാത്തു നിന്നാലും അത് വിഷയമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ തൽക്കാലം പാമ്പിനെ പിടിക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അവർ മടങ്ങാൻ, ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ നിരീക്ഷണത്തിലാക്കി മടങ്ങാനുള്ള നിർദ്ദേശത്തിലാണ്. ആളുകൾ പോകുമ്പോൾ സ്വാഭാവികമായും പാമ്പ് ഒരുപക്ഷെ ഇന്ന് തന്നെ താഴത്തേക്ക് വന്നേക്കാം, പെരുമ്പാമ്പ് ഒരുപക്ഷെ ഇന്ന് തന്നെ താഴത്തേക്ക് വന്നേക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും SC/ST ഹോസ്റ്റലാണ് ഈ BTH ഭാരത് ടൂറിസ്റ്റ് ഹോമിനടുത്ത്, എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിനടുത്തുള്ള ഹോസ്റ്റലിന് നഗരമധ്യത്തിൽ തന്നെയാണ് മരത്തിൻ്റെ ഉയരത്തിലേക്ക് പാമ്പ് കയറി പോയിരിക്കുന്നത്. ഇത് വളരെ പൊക്കമുള്ള ഒരു മരമാണ്. മാത്രമല്ല മരത്തിൽ കയറുക എന്ന് പറഞ്ഞാൽ ദുർബലമായ തടികളുള്ളതുകൊണ്ട് കയറുക എന്നതും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അത് നനഞ്ഞ് ഉറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പാമ്പ് താഴേക്ക് ഇറങ്ങി വന്നാൽ പിടികൂടാമെന്നുള്ള തീരുമാനത്തിലെത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിരിയുകയും ഒരു ഉദ്യോഗസ്ഥരെ ഇവിടെ നിരീക്ഷണത്തിൽ നിർത്തുകയും ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മായ, ശ്രീജിത്ത് നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മഹാരാജാസ് കോളേജ് ഹോസ്റ്റൽ കോമ്പൗണ്ടിലെ മരത്തിന് മുകളിൽ കയറിയ പെരുമ്പാമ്പിനെ താഴേക്ക് ഇറക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്.